ചേർത്തല സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെയും ഈസ്റ്റ് ഡിമെൻഷ്യ കൊച്ചിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി മസ്തിഷ്ക ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓർമ്മകൾ മായാതിരിക്കുവാൻ മസ്തിഷ്ക ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു പരിപാടി നടത്തിയത്. മുട്ടം മിലേനിയം ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി മുട്ടം ഫെറോന പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൗരന്മാരിൽ വർദ്ധിച്ചുവരുന്ന ഓർമ്മക്കുറവും ഡിമെൻഷ്യയും ഉൾപ്പെടെയുള്ള മസ്തിഷ്ക രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. ചെറുപ്രായത്തിലൊക്കെ അല്ലെങ്കിൽ യുവാക്കളൊക്കെ ആയിരിക്കുമ്പോൾ പറയുന്നത് കേൾക്കുന്നത് മറവി ഒരു മരുന്നാണെന്നാണ്. മറവി നല്ലതാണ്, നമുക്ക് അസുഖം വരാതിരിക്കാനൊക്കെ മറവി നല്ലതാണ്. എല്ലാം ഓർത്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ വട്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നു ഇതൊരു അസുഖമാണ്, ഇതിനെ ചികിത്സിക്കണം, അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം. ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും ജോസാറ് പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മറവി മരുന്നാണെന്നും അത് ആരോഗ്യപരമായ ജീവിതം നല്ലതാണെന്നും ഉറക്കം കിട്ടാനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പരിശീലിപ്പിച്ചൊരു കാലത്തിൽ നിന്ന് ഇന്ന് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഉള്ളൊരു പരിശീലനം നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു വൈരുദ്ധ്യമുണ്ടത്. ഈസ്റ്റ് ഡിമെൻഷ്യ CEO പൈനാടത്ത് ജോസ് ജോളി, അസിസ്റ്റന്റ് മാനേജർ പ്രിയ ജോസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. മസ്തിഷ്ക രോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ട വിധം, സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യം, രോഗബാധിതരെ പരിചരിക്കേണ്ട രീതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുവരും വിശദീകരണം നൽകി. ചടങ്ങിൽ ചേർത്തല സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് VK ജോർജ് മുള്ളൻചിറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CD രാജു, കൺവീനർ സെബാസ്റ്റ്യൻ ചാക്കോ, അഗസ്റ്റിൻ CE, തോമസ് കോട്ടൂർ, ഫ്രാൻസിസ് CV, എൽസമ്മ ജോസഫ്, ബേബി ജോൺ, PJ തദേവുസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.